വൈറലാവാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് നമുക്ക് ചുറ്റിനുള്ളത്. എൻ്റെ വീടിനടുത്തുള്ള തിയേറ്ററിൽ ചെന്നപ്പോൾ കുറച്ച് 1-2 ചേച്ചിമാർ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അവരടുത്ത് വന്ന് സിനിമയിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ പേര് ഷിൻസ് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത ഡയലോഗ് എനിക്ക് ഭയങ്കര, അതായത് എൻ്റെ പൊന്നു ചേട്ടാ എന്തെങ്കിലും വിവാദങ്ങളിലൊക്കെ പെടണ്ടേ. അമ്മ ഫോൺ മേടിച്ചു വെച്ചതിന് 16 വയസ്സുള്ള മകൻ കഴുത്തറുത്ത് അമ്മയെ കൊന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രൈംസിന്റെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ്. ഏറ്റവും കൂടുതൽ, അതായത് ലഹരി വേട്ടയാണെങ്കിലും ലഹരി ഉപയോഗത്തിന്റെ കണ്ണികളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും സ്ത്രീ വാണിഭത്തിന്റെ കാര്യത്തിലായാലും പെൺവാണിഭത്തിന്റെ ഒക്കെ കാര്യത്തിലായാലും ഒക്കെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സംഗതി ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രായപൂർത്തി ആകുന്നത് വരെ സത്യത്തിൽ പെൺകുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ID സ്വന്തമായിട്ട് കൊടുക്കണ്ടെന്നാണ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് താരാപഥത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് സമകാല വിഷയങ്ങളെ വളരെ തിളക്കമാർന്ന രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഡയറക്ടറായ പ്രശാന്ത് മുരളി സാറും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് സിനിമകളുടെ കണ്ട് സുപരിചിതനായ ഇഷ്ടപ്പെട്ട ആക്ടറായ ഷിൻസി ഏട്ടനുമാണ്. അപ്പം നമുക്കിന്ന് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന മൂവിയുടെ വിശേഷങ്ങളും പറയാനായിട്ടാണ് രണ്ടുപേരും നമ്മളോടൊപ്പം ഇന്ന് കൂടിയിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ 44ഓളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ ചിത്രം ഡിജിറ്റൽ യുഗത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സ്വന്തം അസ്തിത്വം അന്വേഷിക്കുന്ന ഒരു യുവതിയുടെ മാനസികാവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പുതുതലമുറയെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രമേയമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് രണ്ടുപേരോടും ചോദിച്ചറിയാം. വെൽക്കം സർ. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, നല്ല വിശേഷം. മാർച്ച് 6 റിലീസാണ്. സോ അതിന്റെ ഓരോ പ്രിപ്പറേഷൻസിലിരിക്കുന്നു. ശരിക്കും ഈ ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് പറയുന്ന ആ ഒരു ടൈറ്റില് ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം ID പോലെ ഉണ്ട് അല്ലേ? ശരിക്കും ആക്ച്വലി അതൊരു അങ്ങനെയാണോ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ്. അതെ, പ്രൊട്ടഗോണിസ്റ്റിന്റെ ഇൻസ്റ്റാ ഹാൻഡിലിന്റെ പേരാണ് ബട്ടർഫ്ലൈ ഗേൾ 85 എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിലായിട്ടും നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തതെല്ലാം ഞാനൊന്ന് കണ്ടിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാനപ്പോൾ അതിൻ്റെ അകത്തൊരു ടീച്ചറിൻ്റെ അകത്ത് 2 ദിവസം മുമ്പ് ഇട്ടേക്കണേൽ ഒരു കുട്ടിക്ക് ഒരു ബട്ടർഫ്ലൈ ഒരു ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ഷോട്ട് ഞാൻ കണ്ടു. അപ്പം ശരിക്കും ആ ഒരു കഥാതന്തുവിലോട്ട് നമ്മൾ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഈ ഒരു ടൈറ്റിലും ആ ബട്ടർഫ്ലൈ കൊടുക്കുന്നതും ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി അത് തന്നെയാണോ മൂവിയിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് സിനിമയുടെ ഒരു മെറ്റഫറിക്കലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. സിനിമ ബേസിക്കലി പറയുന്നതും ഇപ്പം ടൈറ്റിൽ ഇതാണെങ്കിലും സിനിമ പറയുന്നതും ഒരു പ്യൂപ്പയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു കൊക്കോണിൽ നിന്നുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഒരു മാറ്റം, പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ഒരു മാറ്റമാണ് സിനിമ പറയുന്നത്. ബേസിക്കലി ഫിലിമിൻ്റെ ഒരു ജോണർ പറയുകയാണെങ്കിൽ അതൊരു കമ്മിങ് ഓഫ് ഏജ് ഒരു ഫിലിമാണ്. ഈ കുട്ടിയുടെ സംഗതി ഇപ്പോൾ ചോദിച്ചത് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് അവൾക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണത്. ഒരു ഗ്ലാസ് ബോട്ടിൽ ജാറിനകത്ത് ഒരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി ഗ്ലാസ് ജാറിലെ ബട്ടർഫ്ലൈ അവൾ തന്നെയാണ്. അപ്പം ഗ്ലാസ് ജാറിനകത്ത് ബട്ടർഫ്ലൈക്ക് ലോകം മുഴുവൻ കാണാം, പക്ഷേ അത് അതിനകത്ത് ട്രാപ്ഡാണ്. അതുപോലെ തന്നെയാണ് അവളുടെ ഏറ്റവും കറണ്ടായിട്ടുള്ള അവസ്ഥയും. അവൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ത്രീയാണ്. അവൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രാപ്ഡാണ്, പക്ഷെ അവൾക്ക് ലോകം മുഴുവൻ കാണാൻ പറ്റും. ഇതാണ് സിനിമയുടെ ഒരു മെറ്റഫറായിട്ട് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കഥയിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് ഇൻസ്പയർ ആയതാണോ? എങ്ങനെയാണ് ഈ ഒരു കഥാതന്തുവിലോട്ട് എത്തിയത്? ഇല്ല, അത് നമ്മൾ
പലപ്പോഴും ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം എന്തും വൈറലാവാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് നമുക്ക് ചുറ്റിനുള്ളത്. അപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് അറിയപ്പെടുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയ ഐഡൻറ്റിറ്റിയിലാണ്. അതെ, എല്ലാവർക്കും അതെ. ഇപ്പം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ടല്ലേ നമ്മൾ ഇന്നലെ ഇട്ട പോസ്റ്റിന് അല്ലെ ഇന്നലെ ഇട്ട റീലിന് എത്ര കമൻറ്റ് വന്നു, എത്ര വ്യൂസ് വന്നു, എത്ര ലൈക്സ് വന്നു, ഇതാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ എല്ലാവരും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടത് മാറിയിട്ടുണ്ട്. അതിലപ്പുറത്ത് നമ്മളുടേതായ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്കുള്ള ഒരു ക്യാരക്ടർ ആർക്ക് നമ്മൾ സിനിമയിൽ പറയുന്നുണ്ട്. ഒരു ചേഞ്ച് ഓവറുണ്ട്, ഒരു അതിജീവനമുണ്ട്, ഒരു സ്ത്രീയുടെ ഒരു അതിജീവനമുണ്ട് സിനിമയിൽ. ഇപ്പം നമ്മുടെ സിനിമ നമുക്ക് പ്രൊമോഷണൽ മെറ്റീരിയലായിട്ട് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയാമെങ്കിലും ആ സ്ത്രീ ശാക്തീകരണം നമ്മുടെ സിനിമയിലുള്ളത് കുറച്ച് മാറിയിട്ടാണ്. ശക്തി കാണിക്കലോ അല്ലെങ്കിൽ അവളുടെ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നുമല്ല, അവളെ തന്നെ തിരിച്ചറിയുന്നതാണ് ശരിക്കും ഒരു സ്ത്രീ അവളെ തന്നെ ശാക്തീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമ്മൾ സിനിമയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സിനിമയുടെ ഒരു ക്രക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് സോഷ്യൽ മീഡിയ ആൻഡ് എ വുമൺ. അവരുടെ ഒരു അതിജീവനവും അത് സോഷ്യൽ മീഡിയ എങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതുമാണ് സിനിമയിൽ പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും അതിന് പ്രസക്തിയുണ്ട്. ശരിയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു ജോലിക്കൊക്കെ നമ്മൾ പോകണം, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്തേക്കാൻ പറയും അല്ലേ? അല്ലെ? ഇപ്പം ഷിൻസാറിനോടാണെങ്കിൽ ഇപ്പം എന്താ പറയുക, പ്രൊഫൈലുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അത്യാവശ്യ ഘടകമായിട്ട് നിൽക്കുകയാണ് അല്ലെ? പക്ഷെ ഞാൻ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും റീസെന്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ദീപക് എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ ഒരു ആത്മഹത്യ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് മനുഷ്യരെ വീണ്ടും വീണ്ടും അവരെ ചിന്തിപ്പിക്കാൻ കൂടുതൽ പിന്നെ ആൾക്കാരെ നെഗറ്റീവ് കമന്റ് ഇടുക, മെന്റലി അയാൾ ഏത് സിറ്റുവേഷനിലോട്ട് പോകുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു മനുഷ്യനും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വാസ്തവം. ഇത്തരത്തിലുള്ള ഒരു കഥാതന്തു ഇതിന്റെ അകത്ത് വരുന്നുണ്ടോ? ഇതിനകത്തുണ്ട്. ഇപ്പോൾ അവളുടെ വൈകാരികമായിട്ട് അവൾ ചെയ്തു പോകുന്ന ഒരു കാര്യം, വൈകാരികമായിട്ട് അവളുടെ ഏറ്റവും പേഴ്സണലി ഉള്ള ഒരു കാര്യം അവൾ ചെയ്യുന്നത് മറ്റാൾക്കാർ സോഷ്യൽ മീഡിയയിൽ എടുത്തിരുന്നത് സിനിമയിൽ പറയുന്നുണ്ട്, സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവൾ ലൈവിൽ വന്നിട്ട് അവൾ അത് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് കുറച്ച് വിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിത് ഇപ്പം പറയാൻ സാധിക്കാത്തതാണ്. പക്ഷെ ഉണ്ട്, അത്തരം കാര്യങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, ഓരോ മനുഷ്യരും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പ്രൈവസി ഇല്ല. എല്ലാവരും അപ്പം എന്താ പറയണത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ അറിയും. അപ്പോഴായിരിക്കും ആ ഒരു പ്ലഷർ കിട്ടുന്നത് അവർക്ക്. ഇപ്പോഴെല്ലാം ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പം മാറി വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഇതൊരു ട്രൂ ഇൻസിഡന്റ് ആണോ ശരിക്കും? അല്ല, നമുക്ക് ചുറ്റിനും കാണുന്നത് തന്നെ സത്യമല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ദീപകിന്റെ ആത്മഹത്യ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു യുവതി ഉണ്ടായിട്ടുണ്ടോ, അല്ല റിയൽ ലൈഫിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണോ? ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ അധികരിച്ചാണ് ശരിക്കും പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സാർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്? അല്ല, സോഷ്യൽ മീഡിയ എങ്ങനെ മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഞാനൊരു റിസർച്ച് തന്നെ എടുത്തിട്ടുണ്ട്. സിനിമ എഴുതുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു കഥാതന്തു എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി അതിൻ്റെ സർവേ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ, വളരെയധികം വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുന്ന ആളാണ്, വീഡിയോസ് സിനിമയെ പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. പേഴ്സണൽ മെസ്സേജസ് വളരെ മോശം രീതിയിൽ, എനിക്കവരെ അറിയില്ല, അവർക്കെന്നെയും വേറെ തരത്തിലൊന്നും പേഴ്സണലി അറിയില്ല. പക്ഷേ അവർക്കത് ഒരു ഹൈ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നത് ഒരു ഹൈ ആയിരിക്കും. ഒരു സംവിധായകനെ പുലഭ്യം പറയുക എന്നതൊരു പ്ലഷറായിട്ടൊക്കെ പേഴ്സണലി എനിക്ക് വന്നു. പേഴ്സണൽ മെസ്സേജസ് ചെറിയ രൂപത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ ഇനി തുടർന്ന് ചെയ്യണോ,
കാരണം ഞാൻ ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ എന്താ പറയുക, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഗുണകരമാകുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളി പക്ഷേ ആൾക്കാരെടുക്കുന്ന സെൻസ് വേറെ ആയിരിക്കും. അപ്പം നമ്മൾ ആളുകൾക്ക് പ്രാക്ടിക്കലി നിങ്ങളിപ്പോൾ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓഡീഷനെ ഫേസ് ചെയ്യേണ്ടത്, അതിന് വേണ്ട ബ്രീതിങ് എക്സസൈസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഓഡീഷൻ ടീമിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ പ്രസൻറ്റബിൾ ആകുന്നത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇപ്പം ഇവർക്കൊക്കെ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തുടക്ക സമയത്തൊക്കെ വരുമ്പം സിനിമയിലേക്ക് വരുമ്പം നമ്മളെ ആരും ഗൈഡ് ചെയ്യാനില്ല, നമുക്കാരും ഒന്നും പറഞ്ഞു തരാനുമില്ല, പറഞ്ഞു തരികയില്ല. അപ്പം ഞാൻ ആലോചിച്ചത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് സമീപിക്കാം, ഒരാശയം തോന്നിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം, മനസ്സിലായോ? ഇപ്പോൾ ഒരാശയം തോന്നിപ്പിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ന്യൂസ് പേപ്പറുകൾ വായിക്കുക, ബുക്സ് വായിക്കുക. നമുക്കൊരു ലാർജ് കളക്ഷൻ ഉണ്ടല്ലേ മലയാളത്തിലാണെങ്കിൽ പോലും. അപ്പോൾ അതിൽ സ്റ്റോറീസും നോവൽസും ഒക്കെ മാസ്റ്റേഴ്സ് എഴുതിയിട്ടുള്ള, ക്ലാസിക് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള, അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എഴുതാനുള്ള ശേഷിയും ടോട്ടലി ആ ഒരു സർഗാത്മക ശേഷി നമുക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി വി ആർ ഡൂയിങ് സംതിങ് അല്ലേ. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലോട്ട് ഓഫ് തിങ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോസിൽ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല. അപ്പം നമുക്കൊരു ഉള്ളിലൊരു സങ്കടമാണ്, ഒരു വിഷമം വരും. ഞാൻ എത്രയോ നല്ല ഒരു കാര്യമായിരുന്നു ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓഡീഷന് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓർക്കുന്ന ഒരു കമന്റ് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല, ഇന്റർവ്യൂലൊന്നും പറയാൻ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ല പുള്ളി എനിക്ക് വായിച്ചേ, അപ്പൊ ഞാനിത് കേൾക്കുന്നത് ഞാൻ താഴെ കമന്റ്സ് നോക്കാറില്ല. അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരികയാണ്, ചേട്ടന് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയട്ടെ. കമന്റുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഞാൻ സത്യത്തിൽ ഞാൻ ഇങ്ങനെയുള്ള പരിപാടി പരമാവധി അങ്ങനെയുള്ള ഇതിലൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാറാണ് പതിവ്. കാരണം ഞാൻ സ്വയം നമ്മൾ കയറി വരുന്നൊരു സ്റ്റേജാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് പരമാവധി ഇൻ്റർവ്യൂസോ ഇതുപോലെ പരിപാടിയൊക്കെ ഒഴിവാക്കാനാണ് പരിപാടി. അപ്പോൾ കമൻസൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വായിച്ചു പോകലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതിന് പോയപ്പോൾ നമ്മളറിയാതെ ചില ആൾക്കാർ വീഡിയോസൊക്കെ എടുക്കില്ല. അപ്പോൾ അതിലൊക്കെ വന്ന കമൻ്റൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ നിലനിൽക്കുന്ന ഇത് എന്താ പറയുക, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയൊക്കെ ഈ ഒരു ഇതിലാണല്ലോ. അപ്പോൾ ഇതൊക്കെ നേരിടേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ മനുഷ്യനല്ലേ ചിലപ്പോൾ വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ. അപ്പോൾ അതിൽ കൂടുതൽ ഈ തല വഹിക്കേണ്ട കാര്യമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അതിൽ നോക്കി പോകും. അതെ, നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാൽ ചീത്തയാണോന്ന് ചോദിച്ചാൽ ചീത്തയാണ്. നെഗറ്റീവ് കമന്റ്സിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഇത് സംഭവം ശരിയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ എൻ്റെ വീടിനടുത്തുള്ള തിയേറ്ററിൽ ചെന്നപ്പോൾ ഒന്ന് രണ്ട് ചേച്ചിമാർ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവരടുത്ത് വന്ന് സിനിമയിലൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ പേര് ഷിൻസ് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത ഡയലോഗ് എനിക്ക് ഭയങ്കര, അതായത് എൻ്റെ പൊന്നു ചേട്ടാ എന്തെങ്കിലും വിവാദങ്ങളിലൊക്കെ പെടണ്ടേ എന്നാലല്ലേ ആ പേരൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെ ഒന്നിനും പെടാണ്ട് മാറിപ്പോണെന്ന് വിചാരിക്കുമ്പോ അത് അങ്ങനെയാണ് ആൾക്കാർ അറിയാം. അതിലൊരു വസ്തുതയുണ്ട്, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല, നെഗറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് പബ്ലിസിറ്റി കൂടും. എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു, അതായത് കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? അതെ അതെ, നിങ്ങളിപ്പോ അതിന്റെ ടാഗ് ലൈൻ തന്നെ എന്തെങ്കിലുമൊക്കെ അതായിട്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ പബ്ലിസിറ്റി ഉണ്ട്, പക്ഷെ അത് താങ്ങാനുള്ള ശക്തി കൂടി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് വിവാദത്തിലേക്ക് വരാം. അങ്ങനെയാണ് ഇപ്പൊ തീരുമാനം എടുത്തു വെച്ചേക്കുന്നത്. ഇനി പറയാൻ പറ്റില്ല, ഇതൊക്കെ നാളെ ഇനി പണിയാവും. കാരണം വേറെ എന്തെങ്കിലും പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞവരാ. വിവാദം ആകാൻ പാകത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ഞാൻ വൈറലാക്കിയേക്കാം.
ഉണ്ടോ? അല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു പോകണമല്ലോ. മനഃപൂർവ്വം വിവാദമാക്കുന്നതല്ല. എന്നാലും വൈറൽ ആകണം അല്ലെങ്കിൽ ആക്കിയ കൊള്ളാം എന്ന് തോന്നിയ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിച്ചിട്ടില്ല. അങ്ങനെ നമ്മള് ഈ അങ്ങനെ എയറിലാകണമെന്ന് ആഗ്രഹിക്കില്ല. അല്ല, എന്നാലും മറ്റുള്ളവർ എയറിലൊക്കെ ആവുമ്പോ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും തോന്നുന്നത്? അല്ല, നല്ലതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇപ്പം നമ്മളെ പറ്റി ആൾക്കാർ അങ്ങനെ പറയും, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നമുക്ക് പ്രശ്നം. അല്ലാന്നാണെങ്കിൽ ഒരു സ്വാഭാവികം മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ ഒരു കുളിർമയൊക്കെ ഉണ്ടാവും. പക്ഷേ അല്ലാത്ത അവസ്ഥ ഇത്തിരി പ്രശ്നമാണ്. അതെ, ഇപ്പൊ ഈ കാര്യം പറയുമ്പോഴേ ഒരു കാര്യം ഓർത്തതേ, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗത്തിൽ കയറാത്തവരാരുമില്ല. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ 6 മാസമുള്ള കൊച്ചിന് ഫുഡ് കൊടുക്കണമെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ജീവിക്കുന്ന കാലഘട്ടം ശരിക്കും അതാണ്. അപ്പൊ ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ ഇത്രയും വർഷം ഡിജിറ്റൽ മീഡിയയില്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ജീവിച്ചു വന്ന ആൾക്കാരാണ് നമ്മളിതെല്ലാം. അപ്പം ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മറുപടി പറയാ? വേണം അല്ലെങ്കിൽ വേണ്ട, അതോ ഒരു ഡിസ്റ്റൻസ് ഇടണോ? എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഇതിന് നല്ല തരത്തിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അതെല്ലാ കാര്യവും അങ്ങനെയല്ലേ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഏത് കാര്യമായാലും നമുക്കതിനെ മോശം രീതിയിൽ ഉപയോഗിക്കാം, നല്ല രീതിയിൽ ഉപയോഗിക്കാം അല്ലേ. പിന്നെ ഈ പറഞ്ഞത് തീർത്തും മോശം കാര്യങ്ങൾ നമുക്ക് മോശമായിട്ട് അല്ല, എല്ലാത്തിനും രണ്ട് വശമുണ്ടല്ലോ. നല്ലതും ചീത്തയും എന്ത് കാര്യം എടുത്താലും രണ്ടു വശം ഉണ്ടാവും. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്ന് മാത്രം. എന്ന് വെച്ചാൽ ഇപ്പം ചില ഏജ് ഗ്രൂപ്പിൽ പെട്ടവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ സത്യത്തിൽ പെൺകുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ID സ്വന്തമായിട്ട് കൊടുക്കണ്ടെന്നാണ്. ഞാൻ പറയുന്നത്, ഞാനിതുപോലെയൊക്കെ പറഞ്ഞു. രണ്ട് പെൺമക്കളുടെ അച്ഛനാണ്. അപ്പൊ ഇനി ഇതിന്റെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് അല്ല, നമ്മളുടെ സുഹൃത്തുക്കളുടെ മക്കൾക്ക് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡേയ്സിൽ സംഭവിച്ച കാര്യമാണ്. അത് പെട്ടെന്ന് ഞാൻ പറയാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയാം ആൾക്കാർ. അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് നോക്കുമ്പോൾ ചെറിയ പിള്ളേർ പോലും, അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള എത്രയോ കൊച്ചു പിള്ളേരൊക്കെ എത്രയോ ഇതുള്ള, അപ്പോൾ അങ്ങനെ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ പിള്ളേർക്കൊന്നും അക്കൗണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് സാധ്യതകൾ രണ്ട് തരത്തിലുമുണ്ട്. ഈ 1 ഇയറിനകത്ത് തന്നെ കുറേശ്ശെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അമ്മ ഫോൺ മേടിച്ചു വെച്ചതിന് 16 വയസ്സുള്ള മകൻ കഴുത്തറുത്ത് അമ്മയെ കൊന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ പറഞ്ഞ പെൺകുട്ടികളുടെ ഞാൻ ഉദ്ദേശിച്ചത് സൂക്ഷിക്കേണ്ടത് കൂടുതലും അവർക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ എപ്പോഴും ബേസിക്കലി എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അപ്പം നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കും അങ്ങനെ കൺസേൺഡാണ് നമ്മളെപ്പോഴും. അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ളവരായാലും ഈവൻ നമ്മൾ പ്രണയിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ കൺസേൺഡാണ്. ഇവർക്ക് എന്തെങ്കിലും വേറെ തരത്തിൽ ഇഷ്യൂസ് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പെൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കണം, ആൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അവിടെയാണ് അപകടം അല്ലേ, അവിടെയാണ് അപകടം കിടക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൈംസ് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ക്രൈംസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ്. ഏറ്റവും കൂടുതൽ, അതായത് ലഹരി വേട്ടയാണെങ്കിലും ലഹരി ഉപയോഗത്തിൻ്റെ കണ്ണികളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും, സ്ത്രീ വാണിഭത്തിൻ്റെ കാര്യത്തിലായാലും, പെൺവാണിഭത്തിൻ്റെ ഒക്കെ കാര്യത്തിലായാലും ഒക്കെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സംഗതി ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആണ്. അത്തരത്തിൽ മോശമായിട്ട് ഉപയോഗിക്കാം, അതേസമയം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ എത്രയോ ആൾക്കാർ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയും ഉപയോഗിക്കാം. അപ്പം ഈ ഒരു കാര്യം എന്തായാലും
ഉണ്ട്. നല്ലതും ചീത്തയും ചോദിച്ചപ്പം നല്ലതിൻ്റെയും ചീത്തയുടെയും കാര്യം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. നാലാളിലേക്ക് ഇത് എത്തുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അല്ലല്ലോ. അല്ല, അത് ഗുണമുണ്ട് ദോഷമുണ്ട്. അവിടെയാണ് ശരിക്കും പെട്ടെന്ന് ആൾക്കാരിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചിലപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇരുന്ന പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കാം നാളെ ചിലപ്പോൾ ഒരു ഡീപ് ഫേക്ക് വീഡിയോ ആയിട്ട് ഇറങ്ങുന്നത്. അവിടെയാണ് ശരിക്കും ഇതിന്റെ ഒരു അപകടത്തിന്റെ അല്ല പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അവരുടെ ലൈഫ് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റിൽ കൊണ്ട് എത്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം. അപ്പം ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ ലീഡിങ് കഥാപാത്രം നമ്മുടെ ഹീറോയിൻ്റെ കഥാപാത്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു 1 ലൈൻ വായിച്ചു നമുക്ക് ഇതിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ സ്വന്തം അസ്തിത്വം തേടുന്ന ഒരു പ്രമേയമാണ് ഇത് എന്നുള്ളത്, അതായത് ഐഡന്റിറ്റി. ഇപ്പൊ എല്ലാവർക്കും റിയൽ ആയിട്ടൊരു പേര് കാണും. സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പൊ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ എല്ലാത്തിലും പല പല പേരുകളായിരിക്കും. അപ്പോൾ ഈ ഐഡന്റിറ്റിയാണ് ഇവിടെ പ്രശ്നം. അപ്പൊ എന്താണ് ഈ ഐഡന്റിറ്റിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? ആ പോസ്റ്റർ ഉണ്ടോ? ആ പോസ്റ്ററിൽ കണ്ണുകൾ നോക്കിയേ. അതെ, ഒരെണ്ണത്തിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ, ഒരെണ്ണത്തിൽ സോഷ്യൽ മീഡിയ. ഇതാണ് സിനിമ ബേസിക്കലി. അതായത് ഒരാളുടെ ഒരു അസ്തിത്വം എന്ന് അയാൾ വിശ്വസിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐയാണ്. മറ്റേത് അയാളുടെ മൂടപ്പെട്ട മറ്റൊരു കണ്ണാണ്. അപ്പോൾ ആ കണ്ണിൽ നിന്നും മറ്റൊരു കണ്ണിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ബേസിക്കലി സിനിമയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. അതാണ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം മോശമാണെന്നോ സോഷ്യൽ മീഡിയ മോശമാണെന്നോ അല്ല പറയുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അവൾ അതിജീവിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അവളുടെ പ്രശ്നങ്ങളെ, അവളുടെ കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് വളർന്നിട്ടും അവളതൊരു ട്രോമയായിട്ട് നിലനിൽക്കുകയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട അവളുടേതായ ചില ജേർണിയുണ്ട്. ആ ജേർണിയിൽ വിഘാതമായിട്ട് വരികയും പക്ഷേ ആ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് അവളെങ്ങനെ അതിനെ അതിജീവിക്കുന്നു എന്നുള്ളതുമാണ് ഈ ഒരു ഫോം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ചേട്ടൻ്റെ പേര് അല്ലെങ്കിൽ സാറിൻ്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പല ഐഡന്റിറ്റിയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫേക്ക് ആയിരിക്കും. അതായത് സ്വന്തം പേര് അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് അവർക്ക് കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കിൽ വന്ന് നിൽക്കാനോ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അത്തരക്കാർക്കും കൂടെ വിരൽ ചൂണ്ടുന്നുണ്ടോ നമ്മുടെ സിനിമയിൽ? അങ്ങനെ ചെയ്യുന്നില്ല. ആ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പറയുന്നില്ല. ഇപ്പം വേണമെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കാം. കാരണം സോഷ്യൽ മീഡിയ ID ടൈറ്റിൽ തന്നെ ആയിട്ട് വരുന്ന ഒരു സിനിമയിൽ ആ ഒരു കാര്യം എന്തുകൊണ്ട് പ്രതിപാദിച്ചില്ല എന്ന് വേണേൽ ചോദിക്കാം. പക്ഷെ അത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മളത് വയ്ക്കാതിരുന്നത്. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതല്ല. ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയുടെ കഥയല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ ID എന്നുള്ളൊരു സാധനത്തിൽ ജീവിക്കുന്ന ഒരാളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. സോ നമ്മളൊരു ഫേക്ക് IDയുടെ ഒരു സാധനം സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ആദ്യമൊക്കെ ഞങ്ങളുടെ ഒരു ചർച്ചയിലൊക്കെ വന്നിരുന്നു. പിന്നീട് അത് വേണ്ട, അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. സിനിമ കണ്ടുപോകുന്നതിൽ നിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് നമ്മൾ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചത്. ഓക്കെ, മാർച്ച് 6-നാണ് നമ്മുടെ സിനിമ റിലീസ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഷാൻചേട്ടാ? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ചിത്രമാണ് ഇപ്പോൾ ഈ അടുത്ത വെള്ളിയാഴ്ച മാർച്ച് 6-ാം തീയതി റിലീസാകുന്നത്. ഓരോ വെള്ളിയാഴ്ചയിലും ഓരോ സിനിമ കഴിഞ്ഞ ദിവസം മസ്തിഷ്കമരണം റിലീസായി. അതിനു മുന്നേ ആശകളായിരം, അതിനു മുന്നേ പ്രകമ്പനം. ഈ 3 ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററിലുണ്ട്. വളരെ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പടവും റിലീസാകുകയാണ്. ചെറിയൊരു സിനിമയാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, ഇന്നത്തെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഈ യുഗത്തിൽ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ചിത്രമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, എനിക്കും സർക്കാർ ഇതിൽ ടാക്സ് പ്രൊഡക്ഷൻ എന്തോ, അതായത് ഇത് ആളുകളിലേക്ക് പ്രാധാന്യം അവർ കണക്കിലെടുത്തുകൊണ്ട് ടാക്സ് ഇളവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത്രയും പൈസ കുറച്ചിട്ട് ആണ് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾ നമ്മൾ കുറച്ച് തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും, സന്തോഷമാണ്. പിന്നെ എനിക്കിതിൽ ഒരു ചെറുതായിട്ടാണെങ്കിലും ഇതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റിയത്, ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൻ്റെ ഷൂട്ട് കുറച്ച് വർഷങ്ങൾ നമ്മളിപ്പോൾ 2-3 വർഷത്തിന് മുന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് 2 വർഷമായി. അപ്പോൾ പിന്നെ ഇത് ഒരു 19ഓളം അവാർഡുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. 48 അവാർഡുകൾ സിനിമയ്ക്ക് കിട്ടി. പക്ഷെ ഇതൊരിക്കലും അവാർഡ് സിനിമയല്ല കേട്ടോ. അവാർഡുകൾ കിട്ടിയത് കൊണ്ട് സോക്കോൾഡ് ആർട്ട് ഹൗസ് സിനിമകൾ പെടുന്ന സിനിമയല്ല, കൊമേഴ്ഷ്യൽ സിനിമയാണ്. പാട്ടുകളുള്ള, വേഗതയുള്ള, സ്പീഡിൽ ആൾക്കാർക്ക് കണ്ടുപോകാവുന്ന, ഏറ്റവും കണ്ടംപററി കൊച്ചി യുവജനതയുടേതായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തി പോകുന്ന, ആൾക്കാർക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന തരം സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പം March 6 തിയേറ്ററിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാകട്ടെ, നമ്മുടെ സമൂഹത്തിലേക്കും ആ എഫക്റ്റ് പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.